ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. OET ലിസണിംഗ് പാർട്ട് സിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതായത് ലിസണിംഗ് പാർട്ട് സിയിൽ പ്രസന്റേഷൻ നടത്തുന്ന ആളുടെ ഒപ്പീനിയൻ ചോദിക്കുമ്പം എങ്ങനെയാണ് ആൻസർ കൊടുക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. Fiona thinks the main reason why people fail to attend cardiac rehabilitation is. സോ കാർഡിയാക് റീഹാബിലിറ്റേഷൻ ആളുകൾ അറ്റൻഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നാണ് ഫിയോന തിങ്ക് ചെയ്യുന്നത്. സോ ഫിയോനയുടെ ഒപ്പീനിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അഗെയിൻ കാർഡിയാക് റീഹാബിലിറ്റേഷൻ അറ്റൻഡ് ചെയ്യാത്തതിൻ്റെ റീസൺ അല്ല നമുക്ക് അവിടെ ഇമ്പോർട്ടൻറ്റ്, ഫിയോന പറയുന്ന റീസൺ, ഫിയോന ബിലീവ് ചെയ്യുന്ന റീസൺ എന്താണ്. സോ അതുകൊണ്ടാണ് ഇതൊരു ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ പറയുന്നത്. സോ സാധാരണ ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓഡിയോയിൽ പല വാക്കുകൾ, അതായത് വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, ഫ്രേസസ്, സൈൻ പോസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വേർബിൽ എടുക്കുകയാണെങ്കിൽ തന്നെ ബിലീവ് എന്ന വാക്ക് ഒപ്പീനിയന്റെ വാക്കാണ്, തിങ്ക് എന്ന വാക്ക് ഒപ്പീനിയനെ കാണിക്കാനായിട്ടാണ്, ഫീൽ എന്ന വാക്ക് അതുപോലെ തന്നെ ഐ സപ്പോസ് ദാറ്റ് എന്നൊക്കെയുള്ള വാക്കുകൾ ഒപ്പീനിയനെ കാണിക്കാനുള്ള വേർബുകളാണ് അല്ലേ. ഫ്രേസസ് ഉണ്ട്, ഫ്രേസസ് ലൈക്ക് ഐ എം ഒപ്റ്റിമിസ്റ്റിക് ദാറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ. ഐ എം ഒപ്റ്റിമിസ്റ്റിക് ദാറ്റ്, അല്ലെങ്കിൽ ഐ എം എഗെയിൻസ്റ്റ് സംതിങ്, ഓക്കെ, എഗെയിൻസ്റ്റ് സംതിങ്, ഐ എം കൺവിൻസ്ഡ് ദാറ്റ്, ഓക്കെ, അങ്ങനെയുള്ള ഫ്രേസസ്, കൺവിൻസ്ഡ് ദാറ്റ്, അക്കോർഡിംഗ് ടു മീ, ഓക്കെ, അക്കോർഡിംഗ് ടു മീ, അങ്ങനെയുള്ള ഫ്രേസസ് ഒക്കെ ഇവിടെ ഒപ്പീനിയനെ കാണിക്കാൻ യൂസ് ചെയ്യാം. പിന്നെ സൈൻ പോസ്റ്റ്, സൈൻ പോസ്റ്റിങ്ങിനെ കുറിച്ച് റീഡിങ്ങിൽ നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ബട്ട് വരുമ്പം, ഹൗവർ വരുമ്പോഴൊക്കെ എങ്ങനെയാണ് ഒപ്പീനിയൻ മനസ്സിലാക്കുന്നത് എന്നുള്ളത് റീഡിങ്ങിൽ ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബട്ട്, ഹൗവർ, ഓൾദോ ഒക്കെ ഒപ്പീനിയനെ കാണിക്കാനുള്ള സൈൻ പോസ്റ്റുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് ലൈക്ക് സർപ്രൈസിംഗ്ലി, ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി, അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി, ഒബ്വിയസ്ലി, അങ്ങനെയുള്ള വാക്കുകളുണ്ടല്ലോ, അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അഡ്വേർബ്സ്, അങ്ങനെയുള്ള വാക്കുകളും ഒപ്പീനിയനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓഡിയോ കേട്ടിട്ട് ഇതിനകത്ത് ഏതൊക്കെ സൈൻ പോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ വേർബാണ്, ഫ്രേസ് ആണ്, അഡ്ജക്റ്റീവ്സ് ആണ് ഒപ്പീനിയനെ ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തെടുക്കണം. ഓക്കെ, സോ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ദേ ഡോണ്ട് നോ ദാറ്റ് ഇറ്റ് എക്സിസ്റ്റ്, കാർഡിയാക് റീഹാബിലിറ്റേഷൻ ഉണ്ടെന്ന് അവർക്ക് അറിയില്ല. ദേ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ അബൌട്ട് ഡൂയിങ് ഇറ്റ്, അവരത് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ അല്ല. ദേ ഡോണ്ട് ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ആണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഓക്കെ, നൗ ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക എന്തൊക്കെ സൈൻ പോസ്റ്റിംഗ്, ഞാൻ പറഞ്ഞ സൈൻ പോസ്റ്റിംഗ് വല്ലതും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന്. അതിനുശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. Am I right in saying that despite the benefits, many patients with heart problems don't attend rehab? Yes, unfortunately that is true. 2 years ago, for example, about 40% of people didn't attend cardiac rehab once they'd been discharged from hospital. In some areas, patients aren't even informed about the programs that are available. And even if they're told, they may not absorb the information very well. If they've just been through a difficult experience, it may be hard for them to take things on board. In my experience, however, the biggest thing is that people feel very uneasy about the idea of exercising in a gym in front of strangers. It's something they may never have done before. സോ എന്താണ് ഓഡിയോയിൽ പറഞ്ഞതെന്ന് നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു അല്ലെ, ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. Am I right in saying that despite the benefits, many patients with heart problems don't attend rehab? അതാണ് നമ്മുടെ ചോദ്യം അല്ലെ. Now, yes, unfortunately that is true. So unfortunately ഒരു എന്താണ്, ഒപ്പീനിയൻ വാക്ക് തന്നെയാണ്, അത് ട്രൂ ആണ്. അപ്പം ഒപ്പീനിയനെ കാണിക്കാനുള്ള ഒരു വാക്കാണ്, അൺഫോർച്ചുനേറ്റ്ലി അത് ട്രൂ ആണ്. 2 years ago, for example, about 40% of people did not attend cardiac rehab once they discharged from hospital. ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഇവർ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത് അഗൈൻ ക്വസ്റ്റ്യൻ ആണ്. Now, in some areas, patients aren't even informed. അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചില ഏരിയാസിൽ. അതായത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ദേ ഡിഡ് നോട്ട് നോ എന്നുള്ളത് നമുക്ക് എടുക്കാം അല്ലെ. ആൻഡ് ഈവൻ ഇഫ് ദേ ആർ ടോൾഡ്, അവരോട് പറഞ്ഞിരുന്നെങ്കിലും ദേ മേ നോട്ട് അബ്സോർബ് ദ ഇൻഫർമേഷൻ വെരി വെൽ, അവർ ആ ഇൻഫർമേഷൻ അബ്സോർബ് ചെയ്തിരുന്നില്ല. ഓക്കെ, നൗ ഇഫ് ദേ ഹാവ് ജസ്റ്റ് ബീൻ ത്രൂ എ ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ്, ഇറ്റ് മേ ബി ഹാർഡ് ഫോർ ദം ടു ടേക്ക് തിങ്സ് ഓൺ ബോർഡ്. ഇൻ മൈ എക്സ്പീരിയൻസ്, ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്, എൻ്റെ എക്സ്പീരിയൻസിൽ. സോ ഫിയോന പറയാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതെന്താണ് അഗൈൻ ഒരു ഒപ്പീനിയൻ വാക്കല്ലേ. ഇൻ മൈ എക്സ്പീരിയൻസ്, ഐ എം കൺവിൻസ്ഡ് ദാറ്റ്, അങ്ങനെയുള്ള ഫ്രേസ് യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഹൗവർ,
ഒരു ഒപ്പീനിയൻ വാക്കല്ലേ. ഹൗവർ ദ ബിഗ്ഗസ്റ്റ് തിങ് ഈസ് ദാറ്റ് പീപ്പിൾ ഫീൽ വെരി അൺഈസി അബൌട്ട് ദ ഐഡിയ ഓഫ് എക്സസൈസിങ് ഇൻ എ ജിം ഇൻ ഫ്രണ്ട് ഓഫ് സ്ട്രേഞ്ചേഴ്സ്. ആളുകൾക്ക് അൺഈസി ആയിട്ട് തോന്നുന്നു. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നുണ്ട്. സോ ദേ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ എന്നുള്ളതാണ് ഫിയോന തിങ്ക് ചെയ്യുന്ന റീസൺ. സോ പല കാര്യങ്ങളും റീസൺ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അതായത് എന്തൊക്കെയാ പറയുന്നത്? ആളുകൾക്ക് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഓപ്ഷൻ എ പറയുന്നുണ്ട്. ബട്ട് ഫിയോനയുടെ എക്സ്പീരിയൻസ് ആണെന്ന് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഇൻ മൈ എക്സ്പീരിയൻസ് ഹൗവർ എന്ന് പറഞ്ഞിട്ട്, അപ്പം ഹൗവർ എന്ന് പറയുമ്പോഴേ അറിയാം അത്രയും പറഞ്ഞതും എന്താണ് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ലാതാവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഹൗവറും ബട്ടും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് ഏത് കൺസിഡർ ചെയ്യണം ആൻസർ ആയിട്ട് ഒപ്പീനിയനിൽ നിന്നൊക്കെ പഠിച്ചു വെക്കുക. അപ്പം ഇവിടെ ഹൗവർ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ്, കാരണം അത് ഒപ്പീനിയൻ ക്വസ്റ്റൻ ആണ്. അതൊക്കെ നമുക്ക് റീഡിങ്ങിൽ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഹൗവർ ബട്ടൊക്കെ യൂസ് ചെയ്യുമ്പം എങ്ങനെയാണ് സെന്റൻസിനെ വായിക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇവിടെ ഹൗവറും ഇൻ മൈ എക്സ്പീരിയൻസും ഒക്കെ ഒപ്പീനിയൻ വാക്കുകളാണ്. ഓക്കെ, ഒപ്പീനിയനിലോട്ട് ലീഡ് ചെയ്യുന്ന വാക്കുകളാണ്. സോ അവിടെ എടുത്ത് പറയുന്നത് അൺഈസി, പീപ്പിൾ ഫീൽ വെരി അൺഈസി. അൺഈസി എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആകുന്നില്ല എന്നാണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മുടെ ആൻസർ ബി വരും. ഓക്കെ, അപ്പോൾ ഒപ്പീനിയൻ്റെ ആൻസർ എങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആയല്ലോ. അതായത് ഓപ്ഷൻസ് പലതും അവിടെ പറയും, പക്ഷേ നമ്മൾ ഒപ്പീനിയനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകൾ ഹൗവർ വെച്ചിട്ട് എങ്ങനെയാണ് ഓഡിയോ കേൾക്കേണ്ടത്, ഹൗവർ വരുമ്പോൾ എവിടെയായിരിക്കും ആൻസർ വരിക, അല്ലെങ്കിൽ ഇൻ മൈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. എപ്പോഴും എല്ലാ ഒപ്പീനിയൻ ക്വസ്റ്റ്യനിലും ഇങ്ങനെ തന്നെ കൊടുക്കണം എന്നില്ല, പല രീതിയിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, ഫ്രേസസ്, സൈൻ പോസ്റ്റ് എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ മീനിങ് എന്താണ്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ് ഒരു രീതിയിൽ ആൻസർ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.